ഡാനി, ഞാൻ ഫസ്റ്റ് മിനിറ്റ് സ്റ്റോറി റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നീ ലല്ലുൻ്റെ ചാറ്റിലാണ്ട് വേറെ ഒന്നും നീ ചെയ്യുന്നില്ല, നിൻ്റെ ഡയറിയുടെ കാര്യമൊന്നും നീ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്ക് തന്ന റിപ്ലൈ ആണ് ഇതിൽ തന്നെ അവൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവളൊരു വേറെ റിലേഷൻ ലൈഫ് ഓഫ് അനന്തു. പിന്നെ എനിക്ക് ചിരി വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്മിന, പിന്നെ ഈ അടുത്ത സമയത്ത് സഫ മെഹ്റൻ, എൻ്റെ പൊന്നോ ഈ ഒരു കോണ്ടന്റ്, പിന്നെ അവിടെ കാമുകൻ, ഇത് 1.5 മാസമായിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ആദ്യത്തെ 2 എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇതിൽ താല്പര്യപ്പെട്ടില്ല. എൻ്റെ പൊന്നോ, ഇന്ന് അനന്തു ചേട്ടൻ്റെ സ്റ്റോറി ഞാൻ കണ്ടായിരുന്നു. അനന്തു ചേട്ടൻ്റെ സ്റ്റോറി കണ്ടപ്പം എനിക്ക് ഇവിടെ ഫസ്മിന പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, റീച്ചിന് വേണ്ടിയല്ലേ എന്ന്. എല്ലാ അവൾമാരും പറയുന്ന ഒരു ഡയലോഗാണ് റീച്ച്, എന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ. അതിന് നീ ആരാ? ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുക, നീ ആരാ നിന്നെ വെച്ച് റീച്ച് ഉണ്ടാക്കാനാ? സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് അവിടെയുള്ള ആൾക്കാർക്ക് മാത്രം നിന്നെ അറിഞ്ഞു. പിന്നെ തൊപ്പിയുടെ പേരിൽ മാത്രം. നമ്മളൊക്കെ ഏരിയ കായംകുളമാണ്, ആലപ്പുഴ ഏരിയ, ഈ കൊല്ലം, ട്രിവാൻഡ്രം, ആ ഏരിയയിലൊന്നും എനിക്ക് തോന്നുന്നു നിന്നെ ഒരു മനുഷ്യർക്ക് പോലും അറിയത്തില്ല. ഫസ്മിനോടാണ് ഞാൻ ഈ പറയുന്നത്. ഫസ്മിനോട് ഞാൻ പറഞ്ഞത്, ഞാൻ ഫസ്മിനെയൊക്കെ സംസാരിച്ചിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുള്ളതൊക്കെയാണ്. ഫസ്മിനോടാണ് ഞാൻ ഈ പറയുന്നത്. പിന്നെ ഒരു കാര്യം, ഫസ്മിനയ്ക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ചെന്ന് കൊടുത്ത സ്ഥലം, അതായത് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ആ ഒരു എന്താ പറയണ്ട, ആ കോട്ടയിലോട്ട് എടുത്ത് ആ കാല് വെച്ചത്, അവിടെ തനിക്ക് തെറ്റ് പറ്റിപ്പോയി. പറഞ്ഞു മനസ്സിലായോ? അങ്ങോട്ട് ചെന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സാക്ഷാൽ ദേവൻ തമ്പുരാൻ വിചാരിച്ചാൽ ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല. അതാണ്. അയ്യോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്കൊരു പെണ്ണൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നേ, ഫസ്മിനോട് അങ്ങോട്ട് ചാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കൊടുത്ത മറുപടിയാണ്. ആ ചാറ്റിൽ തന്നെ വ്യക്തമാക്കാൻ പറ്റുന്നുണ്ട് ഇവർക്ക് വേറെ കമ്പനിയും കാര്യങ്ങളും ഉണ്ടെന്നുള്ള രീതിയിൽ. അനന്തു ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ പക്കയാണെന്ന്. ഇവക്ക് എന്ത് യോഗ്യതയുണ്ട് ഇവന്റെ എക്സിനെ വന്നിട്ട് ഇത്രമാത്രം പറയാൻ? ആദ്യം സ്വയം നന്നായിട്ടല്ലേ വന്നിട്ട് പറയണ്ടേ? ആദ്യം സ്വയം നന്നായിട്ട് താൻ പറയുള്ളൂ. ഒരു അന്തസ്സുണ്ട്. ഓക്കെ, വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ലൈക്ക്, ഷെയറും സബും ഒക്കെ ചെയ്യുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുക്കുക. ഓക്കെ, നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് 2 ആഴ്ച എന്തായാലും ഇങ്ങനെ ഇരിക്കും, എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും നമുക്ക് അനന്തു ചേട്ടൻ്റെ വോയിസ് ഒന്ന് നോക്കാം. വോയിസ് അല്ല, വോയിസ്, ഫസ്മിനായിട്ട് ചാറ്റ് ചെയ്യാൻ വോയിസ്. അപ്പം പുള്ളിയുടെ വീഡിയോസ് എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നുണ്ട്. ആ വീഡിയോയുടെ താഴെ വന്നിട്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട് പുള്ളിക്കാരി. ആ വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്, എനിക്ക് ഇന്ന പോലെ ഒരാൾ പരിചയമില്ലാത്ത ഒരാൾ ഹായ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അനന്തു ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ഗൂഗിൾ പേ നോക്കിയപ്പോഴത്തേക്ക് ഫസ്മിന എന്നുള്ള പേര്. അപ്പോൾ ഇവളിപ്പോൾ അതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ഇടും, ഞാൻ ആർക്കും മെസ്സേജ് അയച്ചിട്ടില്ല, അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ലെന്ന്. എന്തെങ്കിലും ആട്ടെ, എന്തായാലും ഇപ്പോൾ ഇവിടെ ചാറ്റ്, അനന്തു ചേട്ടനായിട്ടുള്ള ഒരു ചാറ്റ് നമുക്ക് വിടാം. അതുപോലെ തന്നെ ഞങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമൊന്നും തോന്നില്ല. ഞങ്ങൾക്ക് മനസാക്ഷി ഇല്ല, പക്ഷെ പറ്റൂല, അതുകൊണ്ട് സംസാരിച്ചിട്ട് കാര്യമില്ല. മനസാക്ഷി എൻ്റെ പൊന്നുമോളെ തീരെ ഇല്ലാത്തൊരു വ്യക്തിയാണ്. സത്യം പറയാലോ, തീരെ ഇല്ല. ആ ഒരു വ്യക്തി എടുത്ത് മനസാക്ഷി കിട്ടണമെങ്കിൽ നീ ഇപ്പം ചെന്നിട്ട് തപസ് ചെയ്ത് തുടങ്ങിക്കോ. ഇപ്പം ഇരുന്ന് നീ തപസ് ഏതെങ്കിലും കൊല്ലം, അതായത് ഒരു 10-500 വർഷം കഴിഞ്ഞു വല്ല നിനക്ക് അനുഗ്രഹം കിട്ടി. ആ ഒരു ഇനമാണ് പുള്ളി. അക്കൗണ്ടിന് റീച്ച് കുറവായതുകൊണ്ട് എന്റെ കണ്ടന്റിട്ടാലേ റീച്ച് കിട്ടുള്ളൂ അറിയാല്ലേ. കോപ്പാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ പൊന്നുമോളെ പുള്ളിക്കുറിച്ച് എന്താണ് വിചാരിച്ചിരിക്കുന്നേ? എൻ്റെ ഫസിക്ക് എന്തെങ്കിലും അറിയാവോ? പുള്ളിയുടെ ചെറിയൊരു ചാനലാണ് ഈ വീഡിയോസ് ഇട്ടിരിക്കുന്നത്. ആ വലിയ ചാനൽ ഇട്ടായിരുന്നെങ്കിൽ നീ ഭസ്മമായി പോയരെ. പുള്ളിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ 10 ഇരട്ടി ചിലപ്പോൾ റവന്യൂ കിട്ടിയാനെ. പുള്ളി അതൊന്നും ചെയ്തില്ലല്ലോ. ആ കൊച്ചു ചാനലും കിട്ടുന്നേ ഉള്ളൂ. എന്നിട്ട് എൻ്റെ വ്യൂവും കാര്യങ്ങളൊന്നും നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, നിന്നെ ആ മൂലയ്ക്ക് 3, 4, 5 ആൾക്കാർക്ക് അറിയത്തുള്ളൂ. ഇങ്ങേര് പാൻ ഇന്ത്യൻ റീച്ചാണ്. പുറത്തുമൊക്കെ പുള്ളിക്ക് ഫാൻസ് കൂടുതലാണ്. അറിയാത്തതുകൊണ്ടേ മുതലല്ലേ ഈ തൊപ്പിയുടെയും ഈ അവൻ്റെയൊക്കെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ്. നല്ല നല്ല ആളുകൾ ഇങ്ങനെ കാണാത്തതുകൊണ്ടാണ്. പറഞ്ഞ് മനസ്സിലായോ? നിന്റെ ഡയലോഗ് എന്തോ വാണം, ആ വാണം പോലത്തെ ടീംസിൻ്റെ കൂടെ നടക്കുന്നതുകൊണ്ടാണ് നീ ഇതുപോലുള്ള ആൾക്കാരെ കാണാത്തത്, നട്ടുള്ളവനെയൊക്കെ. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി തുടങ്ങുന്നുണ്ട്. പോട്ടെ, സാരമില്ല. 3G ആയി. മോശമായിരിക്കും നിന്റെ അവസ്ഥ. കുറച്ചധികം ആൾക്കാരോട് കാണും. എന്ത് പറയുന്നു? ഇയാൾ മെയിൻ ചാനലിലോ ഇയാൾ കൊളാബ് ചെയ്തിടുന്ന പോലെ അങ്ങനെ ചെയ്യേ. ഇയാൾ എന്നെ പറ്റി എന്തിടുവോ? ഐ ഡോണ്ട് ഫക്കിംഗ് കെയർ. ഓക്കെ, ഇയാൾ എന്ത് മൈരാന്ന് വെച്ചാൽ കാണിച്ചോ, അങ്ങനെ ഞാൻ പറയും. ഇയാൾ എന്ത് മൈരാന്ന് വെച്ചാൽ കാണിച്ചോ. ഇത് വീഡിയോയിൽ പ്ലേയും ചെയ്തോ, എനിക്ക് ഒരു മൈരും ഇല്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇയാൾ എത്ര കഥ ക്രിയേറ്റ് ചെയ്ത് ലല്ലുവിന്റെ കൂടെ നിന്നാലും എനിക്ക് പ്രശ്നമില്ല. ഫസി അങ്ങനെ നിൽക്കുന്ന ഒരു ടൈപ്പ് അല്ല അനന്തു. അത് ഫസി ആദ്യം മനസ്സിലാക്കണം. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒക്ടോബറിലാണെന്ന് തോന്നി ഒരു വിഷയം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ട് വലിയ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോർമലായിട്ട് സംസാരിച്ച് അവൾ സോൾവ് ചെയ്തു. പിന്നെ എന്നെ ഒരു ദിവസം കൈസ് ഇവരുടെ വിഷയം വന്നപ്പോൾ കൈസ് എടുത്ത് റിയാക്ട് ചെയ്തു.
കൈസ് എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ വന്നിട്ട് എന്നോട് നമ്പർ ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഞാൻ സംസാരിച്ചത്. ഞാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവുമെന്ന് ഇങ്ങനെ നോക്കാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറയുകയും ചെയ്തു ഈ കോണ്ടന്റ് ഒന്നും ഞാൻ എടുക്കത്തില്ലെന്ന് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ ഈ അടുത്ത സമയത്തും കോണ്ടന്റ് ഞാൻ എടുത്തെങ്കിലും 2 ദിവസം മാത്രമേ ഇത് ചെയ്തിട്ടുള്ളായിരുന്നു. ഇത് പിന്നെ നമ്മുടെ അനന്ത് ചേട്ടനെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ മോശമല്ലേ. അങ്ങനെ എടുത്തതാണ് ഞാൻ സത്യം പറഞ്ഞാൽ. പക്ഷേ ഇത് മൊത്തം ഞാൻ ആയിരുന്നു വീഡിയോ എല്ലാം കണ്ടപ്പോൾ ഇവിടെ ഭാഗത്ത് തെറ്റാന്ന് മനസ്സിലായി. കാരണം ഇത്രയും നാൾ 1.5 മാസം 2 മാസം കൊണ്ട് ഇരുന്നിട്ട് ഒരുത്തൻ്റെ ചാറ്റിരുന്ന് ഇങ്ങനെ അവൻ അവിടെ പോയി ഇവിടെ പോയി മറ്റേത് പോയി മറിച്ചത് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നൊരു പെണ്ണ് എനിക്ക് അയച്ചു തന്ന ചാറ്റിലും വെച്ച് നോക്കിയപ്പം ഇവളും പോകുന്നുണ്ടെന്ന് തന്നെ ആ ചാറ്റിൽ കൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പറഞ്ഞു മനസ്സിലായോ? ആ പെണ്ണ് അയച്ച വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഓക്കെ, ചാറ്റ് ഇതായിരുന്നു. ഈ അനന്ത് ചേട്ടൻ്റെ ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് ഫസ്റ്റിക്ക് മെസ്സേജ് അയച്ചതാണ്. ഉത്തരം മുട്ടുമ്പോൾ പുതിയ മാനിപ്പുലേഷൻ ആയിട്ട് വാ, ആദ്യം നീ നിന്റെ ഡയറിയിലെ ജവാൻ പ്ലസ് ജോയിൻ കുറിച്ച് ഒന്ന് ക്ലാരിറ്റി താ. അല്ലാതെ ലല്ലുവിൻ്റെ ഡാഷ് ചാറ്റും ലല്ലു ഒരു ഫ്രോഡാണ് എന്ന് എല്ലാവർക്കും അറിയാം. നീ അത്രയ്ക്ക് നല്ല പുത്രിയുമല്ല. പറ്റുവാണെങ്കിൽ ആദ്യം നീ ഒരു ക്ലാരിറ്റി താ. ചേച്ചി അയച്ച മെസ്സേജ് ആണ്. അപ്പോൾ എന്തിന് നീ എൻ്റെ തന്തയാണോ എന്ന് ഒരു സബ്സ്ക്രൈബറിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, നീ എൻ്റെ തന്തയാണോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ നീ ഇതുപോലെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുമ്പോൾ നീ എന്തിനാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്? ഫോളോവേഴ്സിനെ മേടിക്കുന്നതൊക്കെ ആൾക്കാരെ തന്തയ്ക്ക് വിളിക്കാനാണ്. ഒരു കാര്യം പറയാം, ഇതുപോലുള്ള 10 പേര് വീഡിയോ ചെയ്തിട്ട് ഇവിടെ കാണിക്കുന്ന എല്ലാം കള്ളവാന്ന് പറഞ്ഞാൽ കൊള്ളമെല്ലാം ഇറങ്ങിപ്പോവും. കൊള്ള കാര്യം തുറന്നു പറയാമല്ലോ. എൻ്റെ ഇഷ്ടമല്ലേ, ഞാൻ ആരെങ്കിലും ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ്സ് ആഫ്റ്റർ ദിസ് മാരേജ് ബ്രോ. അപ്പം അവനുമായിട്ടുള്ള റിലേഷൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം നീ പോയി. ആ ഒരു ചാറ്റിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ആൻഡ് ബ്രോ, ഞാൻ വിൻഡോ ആയി ജീവിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. വിധവയായിട്ട് ജീവിക്കുക, അതാ പുള്ളിക്കാരെ ഉദ്ദേശിച്ചത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ഇവിടെ ചാറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാൻ എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട്, കറക്റ്റായിട്ട് അവർ പറഞ്ഞു തരും. വരൂ. ഹായ് ഡാനി, ഞാൻ ഫസ്റ്റ് മിനിറ്റ് സ്റ്റോറി റീസെൻ്റ്ലി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നീ ലല്ലുവിൻ്റെ ചാറ്റിലാണ്ട് വേറെ ഒന്നും നീ ചെയ്യുന്നില്ല, നിന്റെ ഡയറിയുടെ കാര്യമൊന്നും നീ പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതിന് എനിക്കെന്ന റിപ്ലൈ ആണ് ഇതിൽ തന്നെ അവൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് അവളൊരു വേറെ റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടെന്ന് അവൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അവളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അവൾ പ്രൂവ് ചെയ്യേണ്ടതല്ലേ? അവൾ എന്നെയും ബ്ലോക്ക് ആക്കിക്കൊണ്ട് എന്നെയും തെറി വിളിച്ചിട്ടാണ് അവൾ പോയിരിക്കുന്നത്. ആദ്യം നമ്മൾ നിങ്ങൾ കണ്ടല്ലോ, ഇങ്ങനെയാണോ വേണ്ടത്? അല്ലെങ്കിൽ ഒരാളെങ്കിൽ ഒരാൾ നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ പോട്ടെ നമ്മളോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ക്ലിയർ ചെയ്യാനാണ് നോക്കണ്ടേ. ഇന്ന പോലെ ആ കാരണം നിങ്ങളൊക്കെ കൊണ്ട്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിൽ നിനക്ക് വോയിസ് അയച്ചു വേണമെങ്കിൽ കാര്യം പറയാം. ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര പാടാണ്, നമുക്കൊക്കെ ഭയങ്കര പാടാണ് വോയിസൊക്കെ അയക്കാൻ. ഇൻസ്റ്റയിലൊക്കെ വരുവാണെങ്കിൽ സ്പോട്ടിൽ തന്നെ കാര്യങ്ങളൊക്കെ അങ്ങ് സംസാരിക്കണം. ഇന്ന പോലെയാണ്, അങ്ങനെയാണ്. നീ ഇതൊന്നും പറയുന്നില്ല. ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് നിനക്ക് ഉത്തരവില്ല. എന്നിട്ട് നീ അവൻ്റെ അത് കണ്ട് അവൻ്റെ മറ്റേ കണ്ട് അവൻ ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ചെക്കൻ ഫ്രോഡാണെന്ന് എല്ലാവർക്കും അറിയാം. ഒരുത്തനെ തേച്ചിട്ട് ഒരുത്തൻ്റെ കൂടെ പോയതല്ലേ, അനുഭവിക്ക്. അങ്ങനെ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ ഒരു കൊച്ചു ചെറുക്കൻ്റെ പേരും പറഞ്ഞില്ല നിന്നെ എല്ലാവരും കമ്പയർ ചെയ്യുന്നത്. പിന്നെ അവൻ എല്ലാ പെണ്ണുങ്ങളുടെ സ്ഥിരം ഒരു ഡയലോഗുണ്ട്, അവൻ പ്രായത്തിനിടയിൽ അവൻ എന്നെ അനിയനെ പോലാണ്, അങ്ങനെയാണ് മറ്റേതാണെന്ന്. പണ്ട് ഞാനും ഇതുപോലൊരു കഥയിൽ ഉൾപ്പെട്ടതാണ്. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എൻ്റെ കഥ ഇവിടെ പറയാനും എനിക്ക് താല്പര്യമില്ല. ഈ കാലത്ത് അനിയനും ചേട്ടനും അങ്ങനെയുള്ള ഒരു ഇതൊന്നും ഇല്ല. അതെന്നെക്കാളും ബോധം നിനക്കുണ്ടെന്നറിയാം. നന്നായിട്ട് വേണം ബാക്കിയുള്ളവരുടെ തെറ്റൊക്കെ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ. ഇവള് എല്ലാ തെണ്ടിത്തരും ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഒരാളുടെ ബോഡി ഒരു സംസാര രീതിയൊക്കെ കണ്ടു നമുക്ക് മനസ്സിലാക്കി. ഇവൾക്ക് ലല്ലുവിന്റെ കാര്യം പറയുമ്പോൾ എന്തൊരു ഇതായിരുന്നു, ഭയങ്കര പുണ്യാളത്തി ചമയല്. അന്ന് തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. അവന് പിന്നെ സംസാരിക്കാൻ അറിയില്ല, അവനൊരു പൊട്ടനാ. അവന് പിന്നെ ബാക്കി എല്ലാത്തിനും ബുദ്ധിയുണ്ട്, ഈ ഒരു കാര്യത്തിൽ ബുദ്ധിയില്ല. എനിക്ക് ഒന്ന് ലല്ലുവിന്റെ എല്ലാ ഇവള് ബ്രേക്കപ്പ് ചെയ്യാൻ പോകുന്ന ഇവൾക്ക് ഓൾറെഡി അറിയാൻ കൊണ്ട് ലല്ലുവിനെ കുറിച്ചുള്ള എല്ലാ സീക്രറ്റ്സും ഇവള് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും അവൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് പുറത്തു വിടാന്ന് വെച്ചിട്ടായിരിക്കും അവളൊക്കെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവള് ഇനി സത്യം പറഞ്ഞാൽ ഇവളൊരു നാർസിസ്റ്റ് ബിഹേവിയർ ഉള്ള പെണ്ണാ തോന്നുന്നു. ഭയങ്കരമായിട്ട് ആരും ഇവളുടെ ഒപ്പം ഇരിക്കത്തില്ല. പിന്നെ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കുറെ പേരുണ്ടായിരുന്നല്ലോ, മറ്റേ ഹെലനും സാത്താനും ഒക്കെ അവിടെ പോയി. ഹെലനൊന്നും മിണ്ടുന്ന പോലും ഇല്ല, സാത്താനും ഒരു അക്ഷരം മിണ്ടുന്നില്ല. സാത്താനും നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഇവരാരും ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. സായിയുടെയും പറയുന്നുണ്ട്, സായി ചേട്ടനെയും കൂടെ. പിന്നെ സീക്രട്ട് ഏജന്റ് ഇവരാരും വായ തുറക്കുന്നില്ല. അപ്പൊ സീക്രട്ട് ഏജന്റ് പിന്നെ വേറെ വഴിയില്ലാത്ത കൊണ്ട് ഇപ്പൊ വായ തുറന്നു. ബാക്കി ഒരെണ്ണം വായ തുറക്കുന്നില്ല ഇവളെ സപ്പോർട്ട് ചെയ്തവര്. പിന്നെ ഈ അനന്തും കൈസും മാത്രമൊക്കെ തന്നെ വീഡിയോ ചെയ്യുന്നുള്ളൂ ഇവളെ കുറിച്ച്. ഇവള് പക്ക ഫ്രോഡ്, ഉടായ്പ. ഇവള് എത്ര പേര് ഇന്ന് കാശ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതൊക്കെ ഇതാക്കി അവളുടെ പാസ്റ്റ് ഭയങ്കര ക്ലീൻ ആക്കിയിട്ടാണ് ബാക്കിയുള്ളവരുടെ പാസ്റ്റിനെ കുറിച്ചൊന്ന് കുറ്റം പറയുന്നത്.
ലല്ലു ഒരു പൊട്ടനാണെന്ന് എല്ലാവർക്കും അറിയാം, ഉള്ള കാര്യം തുറന്നു പറയാലോ. പിന്നെ ഈ അടുത്ത സമയത്ത് അവൻ്റെ ഇന്റർവ്യൂവിനകത്ത് തന്നെ ഇവിടെ പുതിയ ചാറ്റും കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി പുറത്ത് വിട്ടതായിരുന്നു. അപ്പോൾ അതെടുത്ത് അനന്ത് ഒന്ന് റിയാക്ട് ചെയ്തതേ ഉള്ളൂ. അവൻ പുറത്ത് വിട്ടത് നിനക്ക് വിഷയമില്ല, അനന്ത് കൊടുത്ത് റിയാക്ട് ചെയ്തതാണ് കുഴപ്പം. കാരണം നമ്മൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒരു കറക്റ്റ് കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ ആൾക്കാരിലോട്ട് എത്തുമ്പോൾ ഇന്ന വ്യക്തി തെറ്റാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. മനസ്സിലായോ? അതാണ് ഇവിടെ. ഞാനൊരു കാര്യം പറയാം, ഇവിടെ നിന്റെ ഭാഗത്താ തെറ്റ്. ഇപ്പം മോളെ സംഭവം തിരിഞ്ഞിട്ടുണ്ട്, നീയും നെഗറ്റീവ് ആവും. ഉള്ള കാര്യം പറയാലോ. എന്തായാലും നമുക്ക് അനന്തു ചേട്ടൻ്റെ വീഡിയോയിലോട്ടൊന്ന് പോയി കണ്ടിട്ട് വരാം. എന്തൊക്കെ കാണണം ഈ കൊച്ചിന്ത്യയില്. ആദ്യം ഈ സംസാരം, ആദ്യം നിന്റെ മൈക്ക് അങ്ങനത്തെ സംസാരം നിർത്തുന്നതായിരിക്കും നല്ലത്. ഇങ്ങനത്തെ വൃത്തിയായിട്ട സംസാരം നീ ആദ്യം നിർത്തിയാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഉറപ്പാണ് മോളെ നിന്നെ ആരെങ്കിലും എടുത്തിട്ട് കൊടുക്കും. അതാണ് ഉള്ള കാര്യം പറയാലോ. അല്ല, ഇയാൾക്ക് മാത്രമേ ഉള്ളൂ ലൈഫ്. അപ്പൊ ഇത്രയും ദിവസം ഓരോ വ്യക്തികളുടെ ചാറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വിടുമ്പോഴോ, പിന്നെ നീ ടെലിഗ്രാമിൽ കൂടെ പല ആൾക്കാരെ ഫോട്ടോസ് വിട്ടതോ, അതിനൊന്നും കുഴപ്പമില്ല. അവർക്കൊന്നും ജീവിതമില്ലേ, നിനക്ക് മാത്രമേ ഉള്ളൂ ജീവിതം. ഭയങ്കര ഓവറായിപ്പോയി നിങ്ങൾ ഈ കാണിച്ചിരിക്കുന്നത്, ഭയങ്കര ഓവറായിപ്പോയി. ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഗൈൻ ഫ്ലക്കിലേക്ക് സ്വാഗതം. നമുക്കെതിരെ വീഡിയോ ആയിട്ട് ഫസ്മിന ഇൻസ്റ്റാഗ്രാമിൽ വന്നിരിക്കുകയാണ്. എനിക്കെതിരെ ലല്ലുവൊക്കെ ഔട്ട്. ഇപ്പൊ ഞാനാണ് എന്റെ ഫസ്മിന എന്നുള്ള രീതിയിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എന്റെ എന്താ കെട്ടണോ? ഞാൻ പലതും പറയും, മനസ്സിൽ പോലും കരുതരുത് കേട്ടോ ചേട്ടാ. മോളെ ഞാനില്ല, എനിക്ക് വൈകി ഈ കളിക്ക്. നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ അപരാധ കഥകളായി എനിക്ക് ഈ അപരാധ യൂണിവേഴ്സിലോട്ട് എൻ്റർ ചെയ്യാൻ താല്പര്യമെന്ന് ഞാൻ പറഞ്ഞു. എന്നെ ഇതിനകത്തോട്ട് വലിച്ചിടരുതെന്ന് ഞാൻ എടുത്ത് പറഞ്ഞ കാര്യമാണ്. നീ അത് കേൾക്കുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഫസ്മിന വീണ്ടും എന്നെ ഈ ഒരു അപരാധത്തിലോട്ട് വലിച്ചിട്ടിരിക്കുക. കളിച്ചളത്തിൽ നിന്ന് കളികളെ സമ്മതിക്കുന്നില്ലല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു ചാറ്റിനെ പറ്റിയാണ് പറഞ്ഞത്, വേറെ കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ചാറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലൈവ്, ഒരു സ്റ്റോറി, 3 സ്റ്റോറി, ഒരു റീൽ. മാനിപ്പുലേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ആയിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ആ കോളേജിലെ പ്രിൻസിപ്പൾ ആയിരിക്കും ഇവള്. കാര്യം അത്രയും മാനിപ്പുലേഷൻ ആണ് ഇവിടെ വീഡിയോക്കകത്ത് ഇവള് കാട്ടിക്കൂട്ടണം. ഞാൻ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് 3 സ്റ്റോറി, ഒരു ലൈവ്, ഒരു റീല് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സത്യമാണെന്ന് തെളിയില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇത്രയും നാളും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എന്റെ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് കാണണം. അതിനകത്ത് ഞാനൊരു ചാറ്റ് വെക്കുന്നുണ്ട്. ലല്ലൂബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിനകത്ത്, ഒരു യൂട്യൂബ് ചാനലിൽ വന്ന ചാറ്റാണ് അത്. ഇവിടെ വന്ന് ഇവള് കണ്ട് അതിന്റെ അടിയിൽ 2-3 കമന്റ് വിട്ടിട്ടാണ് ഇവള് ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട്, യൂട്യൂബിലൊന്നുമല്ല ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട്, അവിടെ ഓഡിയൻസ് പറയുന്നുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ, അതും അവര് അവിടെ പോയിട്ട് ഈ പട്ടി ഷോ. ആദ്യം ചേച്ചി എനിക്ക് ഇത് ഇട്ട കമന്റ്സ്, സ്റ്റോറി ഞാനൊന്ന് കാണിക്കാം. ഇതൊന്ന് പുച്ഛം, ദിസ് ഈസ് നോട്ട് മൈ അക്കൗണ്ട്, ദിസ് ഈസ് ഫുള്ളി ക്രിയേറ്റഡ്, ദിസ് ഈസ് എ ഫേക്ക് ചാറ്റ്, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിയേറ്റ് ആക്കി എന്ന് പറഞ്ഞിട്ട് പറയണം. ഐ ഡെയർ സിവിൽ ഷോ ദ ക്രെഡിബിലിറ്റി ഓഫ് ദിസ് അക്കൗണ്ട്. എന്റെ പേരിൽ അങ്ങനെ അക്കൗണ്ട് ഉണ്ടാക്കി, ഡൺ ബൈ ലല്ലു. വാവ്, ഒരെണ്ണം. രണ്ടാമത്തെ, അപ്പം നീ ഇത്ര നാൾ കാണിച്ചുകൊണ്ടിരുന്നത് ഫേക്കാന്ന് ഞങ്ങൾ പറഞ്ഞ എന്ത് ചെയ്യും? ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് ഏകദേശം കുറേയൊക്കെ ഉണ്ടാക്കിയെടുത്താണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പുള്ളിക്കാരിയുടെ ആ ചേച്ചി കൊണ്ടുവന്ന ഡയറി, വാ, ഈ ദൈവം ഉണ്ടോന്ന് പറഞ്ഞ സത്യമാണ്. ഈ കർമ്മയെന്നൊക്കെ പറഞ്ഞ കറക്റ്റ് കാര്യമാണ് കേട്ടോ. ഉള്ള കാര്യം പറയാമല്ലോ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ പറഞ്ഞ വിള്. ശരിക്കും എക്സ്പോസ് ആയിട്ടുണ്ട്. ജനങ്ങൾ നിന്നെ വെറുത്തു. സീരിയസ്ലി പറയാമല്ലോ. നീ ഇപ്പം എത്ര സെന്റിമെന്റ്സ് അടിച്ചാലും ഒരു കാര്യമില്ല. ആനന്ദ് ചേട്ടൻ്റെ ഒരു കാര്യം കഴിഞ്ഞ് ബാക്കി ഡോട്ട് ഈ ചാറ്റിനകത്തുള്ളതാണ്. അയ്യോ ബ്രോ, ഡോണ്ട് സ്റ്റോപ്പ് ദിസ് ലോ ഫോർ സപ്പോർട്ടിംഗ് ഹിം. വെൻ ഐ വാസ് മച്ച് റിയൽ ഇൻ ദ റിലേഷൻഷിപ്പ് ആൻഡ് ഹി ചീറ്റഡ് മീ ഇമ്മൻസ് ടൈം. സ്വന്തം ലൈഫിൽ വരുമ്പോൾ പഠിക്കും. മൈ OG അക്കൗണ്ടിൽ ആണെങ്കിൽ ഇറ്റ് വോണ്ട് ബി ആൻഡ് അടുത്തത് വേറെ. ദിസ് ഹൗ മൈ അക്കൗണ്ട് വുഡ് ഷോ അപ്പ്. ഈ ചാറ്റ് ഇവിടെ എല്ലാം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കഷ്ടപ്പെടുകയാണ്. കുറെ സ്റ്റോറി ഒക്കെ കഷ്ടപ്പെടുകയാണ്. എന്റെ വീഡിയോയിൽ ഒന്നാമത് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല അത് ഫസ്മിനയുടെ ചാറ്റാണ്. ഞാൻ ഒരിടത്ത് പോലും പറഞ്ഞിട്ടില്ല. പിന്നെ നീ ആരെയാണ് ഇത് തെളിയിക്കുന്നത്? ഞാൻ എന്റെ വീഡിയോക്കകത്ത് ഒരിടത്തെങ്കിലും ഇത് ഫസ്മിനയുടെ ചാറ്റാണ്. അതാണ് ഞാൻ നോട്ട് ചെയ്തൊരു പോയിന്റ് ആണ്. പുള്ളി ഈ പറയുന്ന കൂട്ട് ഫസ്മിനയുടെയും പിന്നെ അവിടെ ജിമ്മൻ ചക്കന്റെയും പേരോ കാര്യങ്ങളോ ഒന്നും എടുത്തൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. നമ്മളതിനെ ഒരു ഫോട്ടോ മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ലല്ലുവിന്റെ ഒരു 10 കുറഞ്ഞങ്ങാണ്ടൊരു സബ്ബുള്ള ഒരു ചാനലിലെ ചാറ്റ് വന്നെന്നുള്ള രീതിയിൽ പുള്ളി ഇവിടെ പ്രസന്റ് ചെയ്ത്. ഞാനിപ്പോൾ കൈസിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ കൈസിന്റെ വീഡിയോക്കകത്ത് ഈ ലല്ലുവിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവൻ അതിനകത്തെല്ലാം കാണിക്കുന്നുണ്ട്. ഈ ചാറ്റും കാര്യങ്ങൾ, A to Z കാര്യങ്ങളൊക്കെ അവിടെ ആങ്കർ നമ്മുടെ സൈഡിൽ കാണിക്കുന്നതെല്ലാം ഞാൻ കണ്ടതാണ്. ഈ വീഡിയോ നേരത്തെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. പുള്ളി ഇതൊന്നും കാണിച്ചിട്ടില്ല. പുള്ളിക്ക് ബുദ്ധിയുണ്ട് മോളെ, നിന്നെ പോലല്ല. നിനക്ക് പണി കിട്ടുമ്പോൾ നീ കൊണ്ട് കേസ് കൊടുക്കും. പിന്നെ ഒരാളും ജീവിതം ഇങ്ങനെ നശിച്ച് പോകുന്ന മാത്രം കണ്ട് രസിക്കാൻ മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഫസ്മിനയുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ തിരിച്ചടിയാണ്. സീരിയസ്ലി ഞാൻ പറയാലോ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദുരിന്റെ കയ്യിലൊന്നും കിട്ടല്ലേ, പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ആദ്യം ഇട്ടത് ലൈവാണ്. ഇവിടുത്തെ വീഡിയോ കണ്ട് ഈ വീഡിയോ ഫുള്ള് കണ്ട് കമന്റ് ഇട്ടിട്ട് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോയി ലൈവ് കിട്ടും. നമ്മളൊരു ഡയറിയെ പറ്റി കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് 2, 3, 4, 5, 6 ദിവസമായി. അതിനെപ്പറ്റി ഒരു കമാലക്ഷരം കിട്ടുന്നില്ല. ഇവിടുന്ന് ഒരു ചാറ്റ്, ഒരു ഫേക്ക് ചാറ്റ് ഞാൻ ഇവിടെ കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് അതിനെ ട്വിസ്റ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് പോയത് തള്ളുവാണ് ഇൻസ്റ്റാഗ്രാമിൽ കിടന്നിട്ട്. ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് കാണിക്കാം.
ന്യൂ യൂട്യൂബ് വീഡിയോ ഇടാത്തില്ല. ന്യൂ യൂട്യൂബ് വീഡിയോ നാളെ ഇടും. ഓക്കെ, ഞാനിപ്പോ എന്റെ വീട്ടിലല്ല, ഇത് കണ്ടറിയാം, ഇത് എന്റെ വീടല്ല, ഞാൻ എന്റെ വീട്ടിലല്ല, ഞാൻ പുറത്ത് വന്നേക്കാം, വേറെ സ്ഥലം. എന്തൊക്കെ എക്സ്പ്ലനേഷൻ ആണെന്ന് നോക്കണേ guys. ഞാൻ എന്റെ വീട്ടിലല്ല, എനിക്ക് ഫോണില്ല, എനിക്ക് ഇവിടെ നെറ്റ് കിട്ടുന്നില്ല, ഭയങ്കര എക്സ്പ്ലനേഷൻ, എനിക്ക് വേറെ പണിയുണ്ട്. ഇങ്ങനെ എടുത്ത് മെഴുകാൻ നാണല്ലേ കുട്ട. എന്റെ അല്ലാത്ത കാര്യം എന്റെ അല്ലാന്ന് എനിക്ക് പറയാനുള്ള റൈറ്റ് ഉണ്ട്. ദിസ് ഇസ് നോട്ട് മൈ ചാറ്റ്. ഇത് ഞാൻ ചാറ്റ് ചെയ്യുന്ന രീതി പോലും അല്ല, ഇതെന്റെ ചാറ്റും അല്ല. അത് ഞങ്ങൾക്ക് ഞാൻ അറിയാം. ചുമ്മാ ഇത് കാണിക്കില്ല മോളെ. നിനക്ക് പണി കിട്ടി മോളെ, ശരിക്കും പണി കിട്ടി. നീ പുറത്ത് വന്നു കഴിഞ്ഞു. നിന്റെ ചാറ്റ് ഇങ്ങനല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തീർന്നില്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല. ആ ജിമ്മിലെ ചെറുക്കനെ എന്തുവാ, ഞാൻ ചാറ്റൊക്കെ ഇരുന്ന് വായിക്കുകയൊക്കെ ചെയ്ത്. എനിക്ക് വേണമെങ്കിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ രസിച്ചിരുന്ന് വായിക്കുന്ന പോലെ വായിക്കായിരുന്നു. ജിമ്മിൻ്റെ അടിയിലുണ്ട്, അവൻ ഇന്ന സമയത്ത് പോയി 8 മണിയായി, എന്തൊക്കെയായിരുന്നു കമ്പുമ്പിലും മലപ്പുറം കത്തിയൊക്കെ. അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ തെളിവ് കൊണ്ടുപോവാ നിങ്ങൾ. അയ്യേ, ഓരോന്ന് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് തിരിച്ചടി കിട്ടുമ്പോഴേ അത് ഞാൻ മനസ്സിലാവത്തുള്ളൂ. നമുക്ക് ഒരെണ്ണം വരുമ്പോൾ മനസ്സിലാവുന്ന ഇപ്പം ബുദ്ധിമുട്ട് മനസ്സിലാവില്ല. ഇപ്പോൾ ഓരോരുത്തരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവിടെ കിടന്ന്. എന്നിട്ട് സെൻറ്റി അടിക്കുന്നു. ജിമ്മിന്റെ അടിയിലുണ്ട്, പറയുണ്ട്, മറ്റുണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിന്റെ ഈ തൊലിഞ്ഞ സംസാരം ആദ്യം നിർത്ത്. ചാറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ആ ചാറ്റിന്റെ ക്രെഡിബിലിറ്റി ഈ വീഡിയോ ഇട്ടേക്കുന്ന ആള് കൊണ്ടുവരാം. അത് ക്രെഡിബിൾ ആണെന്ന് ഞാൻ ഉടനെ പറഞ്ഞു. എന്റെ വീട്ടിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്തൊരു ക്രെഡിബിലിറ്റി ഇല്ലെന്ന്. നിന്റെ എല്ലാം തെളിയിക്കാനുള്ള റൈറ്റ്സ് നിനക്കുണ്ട്. പക്ഷെ ഒരു ഡയറിയുടെ സംഭവം ഉണ്ടായിരുന്നു, അത് നിന്റെ എല്ലാം കൂടെ ഞാൻ തെളിയിക്കുമെങ്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു കാര്യം കൂടെ ഞാൻ വെക്കാം. ഇവിടെ ഈ പറയുന്നത് അതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ നിങ്ങൾ നോക്ക്. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇത് വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ആയിട്ട് ആർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ അവൻ ഉണ്ടാക്കി വിട്ടതായിരിക്കും, മനസ്സിലായത്. പിന്നെ ഇതൊരു അപരാധം കണ്ടിട്ടാണ്, ഇതിനകത്ത് വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. 4 തുണ്ടുപേപ്പർ കൊണ്ടുവച്ചിട്ടാണല്ലോ ഇത്ര നാൾ ഓരോരുത്തർ ഈ എന്റെ പ്രൂഫ് കാണിച്ചോണ്ടിരുന്നത്. അപ്പൊ പിന്നെ കുറെ ചാറ്റ് പുള്ളിക്കാരത്തിൽ വെച്ചിട്ടുണ്ട്, ഇതുപോലെ കുറെ ചാറ്റ് വെച്ചിട്ടുണ്ട്. ആ ചാറ്റിന്റെ ഒന്നും ക്രെഡിബിലിറ്റി ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ഇതുപോലത്തെ ചാറ്റ് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം, എനിക്ക് ഉണ്ടാക്കാം, നിങ്ങൾക്ക് ഉണ്ടാക്കാം, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം. വിശ്വസിക്കൊന്നും വേണ്ട, ഇത് ഉള്ളതാണോ ഇല്ലയോ നമുക്കറിയത്തില്ല. കേട്ടല്ലോ, ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനകത്ത് ക്രെഡിബിലിറ്റി നോക്കണ്ട. ഈ ചാറ്റ് ഫേക്ക് ആണ്, ഇത് ലല്ലു ഉണ്ടാക്കി വിട്ടതാണെന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. അല്ലാതെ ഇത് നിന്റെ ആണെന്ന് ഞാൻ എവിടെങ്കിലും പറഞ്ഞോ? പിന്നെ ഞാൻ കുറെ കുറ്റന്മാരി എതിറിയിട്ടുണ്ട്, അത് നിന്നോടുള്ള കുറ്റം തന്നെയാണ്. പിന്നെ എന്നെ തെറി വിളിച്ച് സ്റ്റോറി ഇട്ടവള്, ഇപ്പോഴും തെറി വിളിച്ച് റീൽ ഇട്ടവളെ ഞാൻ എന്തോ പൂജിക്കണം വെച്ച്, ഞാൻ നിനക്ക് റെസ്പെക്ട് തരണോ? ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവൾ ഇത് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇവള് ഈ റീലും സ്റ്റോറിയും ലൈവും ഒക്കെ കൊടുത്തേക്കുന്നത്. ഈ ചാറ്റ് ഇപ്പൊ വന്നല്ല, ഞാൻ എന്റെ കമന്റ് സെക്ഷനിൽ കണ്ടു. ഇത് ലല്ലു ഏതോ ഇന്റർവ്യൂവിനകത്ത് ഈ ചാറ്റ് പുറത്തുവിട്ടിട്ടുണ്ടെന്ന്. ഇവക്കന്നൊന്നും ഇതിനെപ്പറ്റി മിണ്ടണ്ട. അത് ഞാൻ എന്റെ ചാനൽ ഇപ്പൊ എടുത്ത് വെച്ചപ്പോഴാണ് ഇവക്ക് അത് പൊട്ടിയത്. അതെ, ഇത് ഞാനും കണ്ടതാണ്. ലല്ലു നമ്മുടെ ശരീരം ഉണ്ടല്ലോ ബിഗ് ബോസിനെ, പുള്ളിക്കാരുടെ ഇന്റർവ്യൂലാണ് ഇതെല്ലാം കാണിക്കുകയൊക്കെ ചെയ്തത്. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് എന്തുകൊണ്ട് മോള് റിയാക്ട് ചെയ്തില്ല, എന്തുകൊണ്ട് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ആ ചാനലിനെതിരെ കേസ് കൊടുത്തില്ല? പറ, ഇതിനൊക്കെ ഉത്തരം കൊടുത്തേ പറ്റൂ. എന്നിട്ട് വെറുതെ ഇരിക്കുന്നവനാ. നമ്മൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറയട്ടെ, ഫസ്മിനെ കുറിച്ച് നമ്മളിപ്പോൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുവാണെങ്കിൽ താങ്ക് യു ബ്രോ എന്ന് പറഞ്ഞ് കമന്റ് ഇടുമായിരിക്കും. കുറ്റം പറയുവാണെങ്കിൽ തന്തയ്ക്ക് വിളിക്കും. ആദ്യം നിന്റെ സംസാര രീതി ആദ്യം മാറ്റുക, മനസ്സിലായോ? നിന്റെ സംസാര രീതി ശൈലി മാറ്റി അത്രയും കൂടെ നല്ലതായിരിക്കും. ഇപ്പോൾ തൊപ്പിയുടെ കേസ് കേട്ട് തന്നെ വന്നപ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട, ആ MDMA കേസ് കേട്ട് വന്നപ്പോൾ ഇവിടെ നൈസായിട്ട് അതിൽ അല്ലു പറയുന്നുണ്ട്, അതിവൻ്റെ എന്തുവാ തൊപ്പിയുടെ ഫ്രണ്ട്സിനെ കണ്ട് മീറ്റ് ചെയ്യാൻ പോയെന്നോ, പിന്നെ അത് മാത്രമല്ല ആവശ്യമില്ലാത്തടത്ത് പിന്നെയും ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടി, പിന്നെ അത് മാത്രമല്ല പെടുത്താൻ ശ്രമിച്ച കഥകൾ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ് താങ്കൾ. അതിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, ബാക്കി നിങ്ങൾ അനുഭവിച്ച ചേട്ടൻ്റെ വീഡിയോ കണ്ടാൽ മതി. ഇപ്പോൾ ഞാൻ ഈ സ്റ്റോറിയൊക്കെ വെച്ച് എനിക്ക് അയച്ചു തന്ന വോയിസ് വെച്ചൊരു കോണ്ടന്റ് ചെയ്തേ ഉള്ളൂ. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഫസ്റ്റിനെ കാണുവാണെങ്കിൽ ചെന്ന് കയറിയിരിക്കുന്നത് അത്ര നല്ല സ്ഥലമൊന്നും അല്ല. തിരിച്ചിറങ്ങണമെങ്കിൽ എന്താ പറയേണ്ടത്, ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. ഞാനത് പറയുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ, ലവ് യു ഓൾ ഗൈസ്.